So, precognitive dreams are typical of claims made on the boundary or edge of science. An amazing assertion is made, something out of the ordinary, a marvelous or an awesome experience. ഓക്കെ, ഒരു പ്രീകോഗ്നറ്റീവ് സ്വപ്നം എന്ന് പറയുന്നത് മുൻപ് സൂചിപ്പിച്ചതുപോലെ വളരെ അസാധാരണവും അവിശ്വസനീയവുമായിട്ടുള്ള ഒരു സ്വപ്നം, ഒരു തോന്നൽ, അത് അത്തരത്തിലുള്ളൊരു സ്വപ്നമാണ് യഥാർത്ഥത്തിൽ ഒരു പ്രീകോഗ്നറ്റീവ് സ്വപ്നം എന്ന് പറയുന്നത്. ഒരു സാധാരണ സ്വപ്നത്തിൽ നിന്ന് അതിനെ വ്യത്യസ്തമാക്കുന്നത് അതിലെ അസംഭവ്യതയും അതോടൊപ്പം തന്നെ അതുണ്ടാക്കുന്ന അത്ഭുതവുമൊക്കെയാണ്. ഓക്കെ, ചില സമയങ്ങളിലെങ്കിലും പേടിയും ഒക്കെയാണ്. ഓക്കെ, ജസ്റ്റ് ലൈക്ക് സാഗൻസ് എക്സ്പീരിയൻസ്, സാഗൻ്റെ പ്രീകോഗ്നിറ്റീവ് അല്ലെങ്കിൽ സാഗൻ ഉണ്ടായിട്ടുള്ള ആ സ്വപ്നത്തിൽ പേടിയുണ്ടെന്ന്, വളരെ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു പോകുന്നു എന്നുള്ളൊരു സ്വപ്നം, അതുണ്ടാക്കുന്ന ഭീതി. ഓക്കെ, സോ സച്ച് ക്ലെയിംസ് ഓർ എ പ്രീകോഗ്നിറ്റീവ് ഡ്രീം ഇൻ ദാറ്റ് സെൻസ് ഇസ് എ ടിപ്പിക്കൽ ക്ലെയിം മെയ്ഡ് ഓൺ ദി ബൗണ്ടറി ഓർ എഡ്ജ് ഓഫ് സയൻസ്. ഇത്തരത്തിൽ ശാസ്ത്രയുക്തിയുടെ ഒരു തുമ്പത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ശാസ്ത്രത്തെ തന്നെ ഒരു പക്ഷേ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം എന്നുള്ള, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംഭവം എന്നുള്ള നിലയിൽ നമുക്ക് പ്രീകോഗ്നിറ്റീവ് സ്വപ്നങ്ങളെ പൊതുവിൽ ആകമാനവും നമുക്ക് എടുക്കാം. ഓക്കെ, പക്ഷേ എന്താണ് സംഭവിക്കുന്നത് നോക്കൂ. ഇറ്റ് സർവൈവ് സൂപ്പർഫിഷ്യൽ സ്ക്രൂട്ടിനി ബൈ ലേ പീപ്പിൾ. ഓക്കെ, അത് സാധാരണ ദ ലേ പീപ്പിൾ വോണ്ട് go deep into the reason of such dreams. Instead, they would follow some tricksters who would tell them that the dream is because you had committed some sin in your previous birth and that is why that dream is coming. നിങ്ങൾ കണ്ട പേടിപ്പെടുത്തുന്ന സ്വപ്നം നിങ്ങൾ മുജ്ജന്മത്തിൽ ചെയ്ത എന്തോ പാപം കാരണമാണ് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന ഒരാളുടെ അടുത്തേക്കായിരിക്കും ഒരുപക്ഷെ ഒരു സാധാരണപ്പെട്ട ഒരു മനുഷ്യൻ പോവുക. ഓക്കെ, സംടൈംസ് മോർ ഡീറ്റെയിൽഡ് സ്റ്റഡി ആൻഡ് മോർ ഇംപ്രസീവ് എൻഡോഴ്സ്മെൻറ്റ് ബൈ സെലിബ്രിറ്റീസ് ആൻഡ് സയൻറ്റിസ്റ്റ്. എന്നാൽ മറ്റ് ചില ശാസ്ത്രകാരന്മാരോ അത്തരത്തിൽ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന ആളുകളോ ഒക്കെ ഒരു പക്ഷേ ഇതിനെ ശാസ്ത്രീയമായി പഠിച്ചേക്കാം. ഓക്കെ, സോ ദോസ് ഹു ആക്സെപ്റ്റ് ദ വാലിഡിറ്റി ഓഫ് ദി അസേർഷൻ റെസിസ്റ്റ് ഓൾ അറ്റംപ്റ്റ്സ് ഓർ കൺവെൻഷണൽ എക്സ്പ്ലനേഷൻ. അപ്പോൾ ഈ പ്രീകോഗ്നിറ്റീവ് സ്വപ്നം എന്ന് പറയുന്നത് മുജ്ജന്മത്തിലുണ്ടായ എന്തോ പാപത്തിൻ്റെ ഭാഗമാണ് എന്ന് കരുതുന്ന ആളുകൾ യഥാർത്ഥത്തിൽ എന്താ ചെയ്യുക? ദേ സിംപ്ലി ആക്സെപ്റ്റ്, ദേ വാലിഡേറ്റ് ഇറ്റ്, blindly they validate it or they accept it that the dream is true. Okay, the most common correct explanation are of two sorts. എന്നാൽ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ളൊരു സ്വപ്നത്തിന്, as I told you before, such dreams have some connections to your psychology or your mental state. നമ്മളുടെ മാനസികാവസ്ഥയുമായി യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾക്ക്, നമ്മൾ കാണുന്ന എല്ലാ സ്വപ്നങ്ങൾക്കും നമ്മളുടെ മാനസികാവസ്ഥയുമായും നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുന്ന ഇടപെടുന്ന എല്ലാ സംഗതികളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മൾ കാണുന്ന എല്ലാ സ്വപ്നങ്ങളും. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും മാതൃഭാഷയിലാണ് സ്വപ്നം കാണാറുള്ളത്. നമ്മൾ ഒരു ഫോറിൻ ലാംഗ്വേജിൽ സ്വപ്നം കാണാറില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ ഇറ്റ്സ് വെരി മച്ച് റിലേറ്റഡ് ടു ദ റിയാലിറ്റി വി ലീവ് ഇൻ. ഓക്കെ, ഇറ്റ് ഹാസ് നോ കണക്ഷൻ വിത്ത് an extraterrestrial or with another planet or something. Okay, so the most common, അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായി ഇതിനെ നമ്മൾ നോക്കിയാൽ ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾക്ക് രണ്ട് കാരണങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ സ്വപ്നങ്ങൾ വിശ്വസിക്കുന്നതിന് രണ്ട് കാരണങ്ങളുണ്ടാവാം. വൺ ഇസ് എ കോൺഷ്യസ് ഫ്രോഡ്, യൂഷ്വലി ബൈ ദോസ് വിത്ത് എ ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ ദി ഔട്ട്കം. ഓക്കെ, ചില ആളുകൾ ഈ പ്രീകോഗ്നിറ്റീവ് സ്വപ്നങ്ങൾ യഥാർത്ഥത്തിൽ അത് വലിയ പ്രശ്നമാണ് കേട്ടോ, അത് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നതാണ് കേട്ടോ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടാവും. അവർക്ക് യഥാർത്ഥത്തിലൊരു കച്ചവട താല്പര്യം അല്ലെങ്കിൽ സാമ്പത്തിക താല്പര്യം ഇതിനകത്തുണ്ടാവാം. ചിലപ്പോൾ അത് നിങ്ങളുടെ പ്രദേശത്ത് എല്ലാത്തിനും പരിഹാരം കാണുന്ന ഒരാളായിരിക്കാം, അത് ഏത് മതവിഭാഗത്തിൻ്റെയും ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ഒരാളായിരിക്കാം. അല്ലെങ്കിൽ ദോസ് ഹു ആക്സെപ്റ്റ് ദ ഫിനോമിന ഹാവ് ബീൻ ബാംബൂസിൽ. അതുകൊണ്ട് തന്നെ ദോസ് ഹു ആക്സെപ്റ്റ് ദിസ് ഫിനോമിന ആസ് റിയൽ, ദേ ഹാവ് ബീൻ ട്രിക്ഡ്. അതുകൊണ്ട് തന്നെ ഇത് സ്വീകരിക്കുന്ന ആളുകൾ, ഈ പ്രീകോഗ്നിറ്റീവ് സ്വപ്നങ്ങൾ യഥാർത്ഥത്തിൽ പാപത്തിൻ്റെ ഫലമാണെന്നൊക്കെ വിശ്വസിക്കുന്ന ആൾ യഥാർത്ഥത്തിൽ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ആൻഡ് ദി സെക്കൻഡ് എക്സ്പ്ലനേഷൻ ഫോർ ദിസ് പ്രീകോഗ്നിറ്റീവ് എക്സ്പീരിയൻസ് ദിസ് ഫിനോമിന ആർ അൺകോമൺലി സട്ടിൽ ആൻഡ് കോംപ്ലെക്സ് വെൻ നേച്ചർ ഈസ് മോർ ഇൻട്രിക്കേറ്റ് ദാൻ വി ഗസ്റ്റ് വെൻ എ ഡീപ്പർ സ്റ്റഡി ഈസ് റിക്വയർഡ് ഫോർ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പ്രീകോഗ്നിറ്റീവ് സ്വപ്നത്തെ വിശകലനം ചെയ്യുന്നതിനായി നമുക്ക് ഉപയോഗിക്കാവുന്ന രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത്, എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള സ്വപ്നം സംഭവിക്കുന്നു എന്നുള്ളത്, അതെങ്ങനെ മനസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന്, അല്ലെങ്കിൽ അതെങ്ങനെ പ്രകൃതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കുറച്ചുകൂടി ആഴത്തിൽ ശാസ്ത്രീയമായ പഠനത്തിന് വിധേയമാക്കേണ്ടതുണ്ട്. ആൻഡ് വി വോണ്ട് accept or we won't opt the second option, instead we go for the first option. So this happens, and a society is a combination of these two sets of people. ഒന്ന് വളരെ ശാസ്ത്രീയമായ കാര്യങ്ങളെ നോക്കാൻ താല്പര്യമുള്ള ആളുകളും
മറ്റൊന്ന് അന്ധമായി ഇതിനെ വിശ്വസിക്കാൻ താല്പര്യമുള്ള ആളുകളും. പക്ഷേ എന്തുകൊണ്ടോ ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് മേൽക്കൈ ഉണ്ടാവുന്നില്ല. ഈവൻ ദോ സയൻസ് ഈസ് പോപ്പുലർ, ഈവൻ ദോ ദർ ആർ പീപ്പിൾ ഹൂ ആർ റിയലി പാഷനേറ്റ് അബൌട്ട് സയൻസ്, ഇഫ് ദർ ഇസ് എ പ്രീ കോഗ്നിറ്റീവ് എക്സ്പീരിയൻസ് ദേ വോണ്ട് ഫോളോ ദ സയൻറ്റിഫിക് മെത്തേഡ്, ഇൻസ്റ്റെഡ് ദേ ബ്ലൈൻഡ്ലി ഫോളോ ദി അതർ മെത്തേഡ്, ദ പോപ്പുലർ മെത്തേഡ്സ് that are available in the society. Okay. Now, I make a distinction between those who perpetrate and promote borderline belief system and those who accept them. The latter are often taken by the novelty of the system and the feeling of insight and grandeur they provide. And these are in fact scientific attitudes and scientific goals. It is easy to imagine extraterrestrial visitors who looked like human beings, flew space vehicles and even airplanes like our own, and taught our ancestors civilization. So this does not strain our imaginative powers overtly and is sufficiently similar to familiar Western religious stories to seem comfortable. And the search for Martian microbes of exotic biochemistry or for interstellar radio messages from intelligent beings biologically very dissimilar is more difficult to grasp and not as comforting. The former view is widely pervaded and available, the latter much less so. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അന്തരീക്ഷത്തിലൊരു കാഴ്ച കാണുന്നു, ഒരു വെളിച്ചം കാണുന്നു, അത് ഏതോ ഒരു പറക്കം തളികയാണെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് പലപ്പോഴും കൂടുതൽ. അത് ഒരു ഉൽക്കയുടെ കഷ്ണമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ എണ്ണം കുറവായിരിക്കും. So that is how the society is set. അതാണ് I make a distinction between those who perpetrate and promote borderline belief system and those who accept them. Okay. ചില ആളുകൾ എന്ത് ചെയ്യുന്നു, ചില കാഴ്ചകളെ, പ്രകൃതിയിലുണ്ടാകുന്ന പല കാഴ്ചകളെയും ചില വിശ്വാസങ്ങളുടെ ഭാഗമായി ചേർത്ത് നിർത്തിക്കൊണ്ട് ശാസ്ത്രീയമായി പഠിക്കാൻ തുനിയാതെ അന്ധമായി അതിനെ വിശ്വാസത്തിൻ്റെ ഭാഗമായി ചേർക്കുകയും അതിൻ്റെ ശാസ്ത്രീയതയെ മറന്നു പോവുകയും ചെയ്യും. ഓക്കെ. and sorry for the disturbance there. So why such people are popular in our society? എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ബ്ലൈൻഡായി ഇതിനെ വിശ്വസിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലാവുന്നത്? കാരണം the kind of stories associated with such bamboozles is so creative and imaginative. വല്ലാതെ ഭാവനാത്മകമായിട്ടുള്ള കഥകളാണ് ഈ അന്ധവിശ്വാസങ്ങളുമായി ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കുണ്ടാക്കാൻ കഴിയുന്നത്. ഓക്കെ. പലതരത്തിലുള്ള കഥകൾ. പക്ഷേ ശാസ്ത്രത്തോട് ചേർത്ത് വെച്ച് നിങ്ങൾക്ക് കഥകൾ ഒരുപാട് മെനയാൻ കഴിയില്ല. ബിക്കോസ് ശാസ്ത്രം ഈസ് ഡയറക്റ്റ്, വളരെ ഒബ്ജക്റ്റീവാണ്. ഓക്കെ. അവിടെ ഒരുപക്ഷെ ഇമാജിനേറ്റീവ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു ഇമാജിനേഷൻ്റെ ഒക്കെ സ്കോപ്പ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. വേറെസ് ഓൺ ദി അതർ സൈഡ്, ഓക്കെ, മനുഷ്യർ പൊതുവിൽ മതപരമായിട്ടുള്ള സംസ്കാരങ്ങളിലൂടെ വളർന്നു വരികയും മതവിശ്വാസങ്ങൾ ശക്തമായി പിന്തുടരുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമൂഹത്തിൽ ഓരോ കാഴ്ചകളെക്കുറിച്ചുമുള്ള പലതരത്തിലുള്ള കഥകൾ, ഇമാജിനേറ്റീവായിട്ടുള്ള കഥകൾ മെനയുക സാധ്യമാണ്. But for the same thing you can have a scientific study, but the scientific study or the second option is not popular, and that is a big problem. In Sagan's opinion, that is a big problem. Okay. അപ്പോൾ അതാണ് ഈ ഭാഗത്തിൽ പറയുന്നത് എന്നുള്ളതാണ്. The former view is widely pervaded and available, the latter much less so. അതാണ് പറയുന്നത്. Yet I think many of those excited by the idea of ancient astronauts are motivated by sincere scientific feelings, and there is vast untapped popular interest in the deepest scientific question. For many people, the shortly thought out doctrine of borderline science are the closest approximation to comprehensible science readily available. The popularity of borderline science is a rebuke to the schools, the press, the commercial television for their sparse, unimaginative and ineffective efforts at science education, and to us scientists for doing so little to popularize our subject. So now Sagan is coming to the crux of his argument. ഏറ്റവും അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റിൻ്റെ ഒരു കേന്ദ്രഭാഗത്തേക്ക് അദ്ദേഹം വരുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു പക്ഷേ ഈ ഒരു വ്യത്യാസത്തെക്കുറിച്ച് പറഞ്ഞത്. വാട്ട് ദ സൊസൈറ്റി ഈസ് ഡിവൈഡഡ് ഇൻടു ടു, and the blind and imaginative stories are popular and the scientific methods are not popular. എന്താണ് അതിനുള്ള കാരണം നോക്കൂ. ദ പോപ്പുലാരിറ്റി ഓഫ് ബോർഡർ ലൈൻ സിസ്റ്റം ഓർ ബോർഡർ ലൈൻ സയൻസ് ഇസ് എ റിബ്യൂക്ക് ടു സ്കൂൾസ്. അതായത് ഇത്തരത്തിൽ സമൂഹത്തിൽ ശാസ്ത്രം പഠിപ്പിക്കുന്ന സിലബസുകളും ശാസ്ത്രം പഠിപ്പിക്കുന്ന വിഭാഗങ്ങളും ശാസ്ത്രം പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുമൊക്കെ ഒരുപാടുണ്ടെങ്കിലും പീപ്പിൾ ടെൻ ടു ബി അൺസയൻറ്റിഫിക് ആൻഡ് സ്യൂഡോ സയൻറ്റിഫിക് ആൻഡ് ദേ ഈവൻ ബ്ലൈൻഡ്ലി ഫോളോ ദി ഇമാജിനേറ്റീവ് സ്റ്റോറീസ്. The reason is
ദ പോപ്പുലാരിറ്റി ഓഫ് ബോർഡർലൈൻ സയൻസ് അല്ലെങ്കിൽ ദ റീസൺ ഫോർ ദിസ് ഫിനോമിന ഇൻ എവറി സൊസൈറ്റി. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഇറ്റ്സ് എ റെബ്യൂക്ക്. ആരുടെ കുറ്റമാണിത്? ഇറ്റ്സ് എ റെബ്യൂക്ക് ടു സ്കൂൾസ്, വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ, ദെൻ ദ പ്രസ്, മാധ്യമങ്ങളുടെ, അതോടൊപ്പം തന്നെ ടെലിവിഷൻ, ടി വി പോലെയുള്ള നൂതന സാങ്കേതിക വിദ്യകളുടെയും ഒക്കെ തെറ്റായ ഉപയോഗത്തിൻ്റെ ഭാഗമായാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള തെറ്റായ രീതിയിലുള്ള വിശ്വാസങ്ങൾ പോപ്പുലർ ആവുന്നത്, അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള കാഴ്ചകൾ കുറഞ്ഞു വരുന്നതിനുള്ള കാരണം. വാട്ട് ആർ ദ റീസൺസ്? നോക്കൂ. പോപ്പുലാരിറ്റി ഓഫ് ബോർഡർലൈൻ സയൻസ് ഇസ് എ റെബ്യൂക്ക് ടു ദ സ്കൂൾ സിസ്റ്റം, ദ പ്രസ് ഓർ മീഡിയ സിസ്റ്റം ആൻഡ് ദ കൊമേഴ്ഷ്യൽ ടെലിവിഷൻ ഫോർ ദെയർ അൺഇമാജിനേറ്റീവ് ആൻഡ് ഇൻഎഫിഷ്യൻ്റ് എഫേർട്സ് അറ്റ് സയൻസ് എഡ്യൂക്കേഷൻ. ശാസ്ത്രം കൃത്യമായി ശാസ്ത്രീയമായിട്ടുള്ള വിദ്യാഭ്യാസം അല്ലെങ്കിൽ ശാസ്ത്ര വിദ്യാഭ്യാസം തന്നെ കൃത്യമായി നൽകാതിരിക്കുന്നത് വഴിയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നാണ്. And to us scientists for doing so little to popularize our subject. അപ്പോൾ സമൂഹത്തിൽ ശാസ്ത്രീയത അല്ലെങ്കിൽ ശാസ്ത്രം കൃത്യമായ രീതിയിൽ ആഴത്തിൽ വേരുറപ്പിക്കാൻ കഴിയാതിരിക്കുന്നതിനുള്ള കാരണമായി സാഗൻ പറയുന്നത് 4 പ്രധാനപ്പെട്ട മേഖലകളാണ്. വൺ ഇസ് ഇറ്റ്സ് എ റെബ്യൂക്ക് ടു സ്കൂൾസ്, press and commercial television, first 3. And he also talks about scientists for doing so little to popularize their subject. ശാസ്ത്രകാരന്മാരും അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരും ഇതിന് ഉത്തരവാദികളാണ്. കാരണം എന്താണ്? അവരുടെ മേഖലയെ പോപ്പുലർ ആവുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വളരെ കുറവായിട്ടേ ചെയ്യാറുള്ളൂ. മാധ്യമങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ടെലിവിഷൻ പോലെയുള്ള മാസ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകളുമൊക്കെ ശാസ്ത്രത്തെ കൃത്യമായ രീതിയിൽ സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്നുമില്ല എന്നാണ് പറയുന്നത്. ആൻഡ് നൗ ഹി ബ്രിങ്സ് എസ് അനദർ എക്സ്പീരിയൻസ്, ഹിസ് ഓൺ പേഴ്സണൽ എക്സ്പീരിയൻസ്, എ വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. അതെന്താണെന്ന് നോക്കൂ. ഇത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട, നമ്മൾ ഈ പറഞ്ഞ കാറ്റഗറിയിൽപ്പെടുന്ന പ്രീകോഗ്നിറ്റീവ് സ്വപ്നങ്ങൾ പോലെ തന്നെയുള്ള മറ്റൊരു സംഗതിയാണെന്ത് ഈ പാരഗ്രാഫിൽ പറയുന്നത്. ഒന്ന് നോക്കൂ. ഫ്ലൈയിങ് സോസർ ഇസ് പറക്കും തളിക, ഓർ UFO. UFO is a short form for unrecognized flying object. ഓക്കെ. സോ ഫ്ലൈയിങ് സോഴ്സസ്, പറക്കും തളികകളും ആകാശത്ത് പറന്ന് നടക്കുന്ന എന്താണെന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത തരത്തിലുള്ള വസ്തുക്കളുമൊക്കെ ദേ ആർ നോൺ ടു ഓൾമോസ്റ്റ് എവ്രി വൺ. നമ്മൾ കഥകളിലെങ്കിലും അത് കണ്ടിട്ടുണ്ടാവും. ഓക്കെ, പറക്കും തളിക. ഓക്കെ, ബട്ട് നോട്ട് ദ സിനിമ, നോട്ട് ദ മലയാളം സിനിമ. പക്ഷേ ഫ്ലൈയിങ് സോസറുകളെയൊക്കെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് ഇംഗ്ലീഷ് സിനിമകളും ഹിന്ദി സിനിമകളും ഒക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. മലയാളത്തിൽ അത്തരത്തിലുള്ള സിനിമകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ നല്ല ഫ്ലോപ്പായി മാറുകയാണ് ചെയ്തിട്ടുള്ളത്. യു നോ ദ ഹിസ്റ്ററി. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു ദാറ്റ് ഏരിയ. ബട്ട് സീയിങ് എ സ്ട്രേഞ്ച് ലൈറ്റ് ഇൻ ദ സ്കൈ ഡസ് നോട്ട് മീൻ ദാറ്റ് വി ആർ ബീയിങ് വിസിറ്റഡ് ബൈ ബീയിങ്സ് ഫ്രം ദ അതർ പ്ലാനറ്റ് വീനസ് ഓർ എ ഡിസ്റ്റൻറ്റ് ഗാലക്സി നെയ്മഡ് സ്പെക്ട്ര എന്ന് കരുതി ആകാശത്തിൽ എന്തെങ്കിലും ഒരു വെളിച്ചം കണ്ടാൽ ഒരു അന്യഗ്രഹ ജീവി നമ്മളെ സന്ദർശിക്കാൻ പോകുന്നുവെന്നോ മറ്റൊരു ഗ്രഹത്തിൽ നിന്നുള്ള ആളുകൾ നമ്മളെ നോക്കി കണ്ണിറുക്കുകയാണെന്നോ ഒന്നും ഇതിന് അർത്ഥമില്ല. ഓക്കെ, ഇറ്റ് മൈറ്റ് ബി, മറിച്ചത് എന്താവാനായിരിക്കും സാധ്യത? ഇറ്റ് മൈറ്റ് ബി ഫോർ എക്സാമ്പിൾ ആൻ ഓട്ടോമൊബൈൽ ഹെഡ്ലൈറ്റ് റിഫ്ലക്റ്റഡ് ഓഫ് എ ഹൈ ആൾട്ടിറ്റ്യൂഡ് ക്ലൗഡ്. ഒരു മേഘപാളിയിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്യുന്ന, ഭൂമിയിൽ നിന്ന് തന്നെ പോകുന്ന ഒരു ലൈറ്റ് ആയിരിക്കാം. അല്ലെങ്കിലോ ഓർ എ ഫ്ലൈറ്റ് ഓഫ് എ ലൂമിനസെൻറ്റ് ഇൻസെക്റ്റ്, അല്ലെങ്കിൽ ഒരു പറന്ന് നടക്കുന്ന ഒരു മിന്നാമിനിങ്ങിൻ്റെ വെളിച്ചമായിരിക്കാം ചിലപ്പോൾ. അതുമല്ലെങ്കിലോ ഓർ ആൻ അൺകൺവെൻഷണൽ എയർക്രാഫ്റ്റ്, സാധാരണഗതിയിൽ കാണാത്ത തരത്തിലുള്ള ഒരു വിമാനത്തിൻ്റെ വെളിച്ചമായിരിക്കാം അത്. ഓർ എ കൺവെൻഷണൽ എയർക്രാഫ്റ്റ് വിത്ത് ആൻ അൺകൺവെൻഷണൽ ലൈറ്റിംഗ് പാറ്റേൺ. അതുമല്ലെങ്കിൽ സാധാരണഗതിയിൽ ഉള്ള വിമാനങ്ങളിൽ വളരെ അസാധാരണമായിട്ടുള്ള ചില ലൈറ്റിംഗ് പാറ്റേണോട് കൂടി വരുന്ന ചില വിമാനങ്ങളുണ്ട്. ചില പ്രത്യേക പർപ്പസുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വിമാനങ്ങളുണ്ട്. ചിലപ്പോൾ അതിൻ്റെ വെളിച്ചമായിരിക്കാം. Okay, so seeing a strange light in the sky doesn't mean that you are going to be visited by some strange people from or aliens or people from another planet. Okay, so there are also a number of cases, okay, or unconventional light pattern such as a high intensity searchlight used for meteorological observation. കാലാവസ്ഥാ നിരീക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വിമാനത്തിൻ്റെ വെളിച്ചമായിരിക്കാം. ഇത്തരത്തിൽ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള മനുഷ്യൻ തന്നെ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ലൈറ്റ് ആയിരിക്കും കാണുന്നത്. പക്ഷേ നമ്മൾ വിചാരിക്കുക അത് എന്തോ ഒരു പറക്കും തളികയോ മറ്റോ ആണ് എന്നാണ്. ഓക്കെ, there are also number of cases, closer encounters with some high index numeral where 1 or 2 people claim to have been taken abroad in an alien spaceship, prodded and probed with unconventional medical instruments and released. But in these cases we have
We have only the unsubstantiated testimony, no matter how heartfelt and seemingly sincere, of one or two people. To the best of my knowledge, there are no instances out of hundreds of thousands of UFO reports filed since 1947, not a single one in which many people independently and reliably report a close encounter with what is clearly an alien spaceship or spacecraft. Okay. അപ്പോൾ ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ പറക്കും തളിയെ കണ്ടിട്ടുണ്ടെന്നും സം ഏലിയൻസ് കെയിം ടു മൈ ഹോം ആൻഡ് ടുക്ക് മീ ഇൻ ദെയർ സ്പേസ് ക്രാഫ്റ്റ് ടു എ ഡിഫറെൻറ്റ് പ്ലാനറ്റ് ആൻഡ് ദേ ഡിഡ് സം സർജറി ഓൺ മൈ ബോഡി ആൻഡ് ദേ ഡ്രോപ്പ് മീ ഹിയർ എന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. ബട്ട് നോ സച്ച് പീപ്പിൾ കുഡ് പ്രൂവ് ദെയർ ക്ലെയിം. അതുകൊണ്ട് തന്നെ പറക്കും തളിക എന്നത് ഒരു കാരണവശാലും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സംഗതിയല്ല. ആളുകൾ പലതരത്തിലുള്ള കഥകൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സാഗൻ ഈസ് ആക്ച്വലി കോട്ടിങ് ദ റിപ്പോർട്ട്സ് ഫ്രം സിൻസ് 1947. 1947 മുതൽ ഞാൻ UFOകളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ UFOകളെ കണ്ടിട്ടുണ്ടെന്നും UFOകൾ, അതായത് UFO മീൻസ് അൺറെക്കഗ്നൈസ്ഡ് ഫ്ലൈയിങ് ഓബ്ജക്ട്സ്, അവർ വന്ന് എന്നെ പൊക്കിക്കൊണ്ട് പോയിട്ടുണ്ടെന്ന് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ആർക്കും അത് തെളിയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ്. So not only is there an absence of a good anecdotal evidence, there is no physical evidence either. ഒരു സാഹചര്യ തെളിവുകളുമില്ല, ഒരു തരത്തിലുള്ള മെറ്റീരിയലായിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള തെളിവുകളും ഇത്തരത്തിൽ പറക്കും തളിയിൽ കയറി പോയിട്ടുണ്ട്, പറക്കും തളികളിൽ വന്ന് ഞങ്ങളെ എടുത്തുകൊണ്ട് പോയി എന്ന് അവകാശപ്പെടുന്ന ഒരാളുകൾക്കും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. സോ ഇൻ സയൻസ് if you make a claim, you have to prove it. Okay, and specifically speaking, you have to bring material evidence for the claims you make, right? So since those people who claim that they have been taken by aliens, if they fail to prove their claim, if they fail to produce a material evidence for their claim, science can't believe it, or science won't accept it. Okay, and now Sagan is making his argument clear. A product of alien manufacture might readily be identified as such because our laboratories are very sophisticated. ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യ കൊണ്ട് മുന്നോട്ട് പോകുന്ന സംവിധാനങ്ങളാണ് നമ്മുടെ ലബോറട്ടറികളൊക്കെ. So if there is a material evidence to prove that someone has visited an alien planet or a different planet, and if this person can bring a material evidence from there, it can easily be identified. ഭൂമിയിൽ അല്ലാത്തൊരു വസ്തുവിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഈ ഭൂമിയിലുള്ള ലാബുകൾ എന്ന് പറയുന്ന അത്രമേൽ സുശക്തമായ ലാബുകളുണ്ട്. അവിടെ തെളിയിക്കാൻ കഴിയാത്തതായിട്ടുള്ള ഒരു സംഗതികളും ഭൂമിയിലുള്ള എല്ലാ സംഗതികളെയും കുറിച്ചും ലബോറട്ടറികൾക്ക് പരിശോധിക്കാൻ കഴിയും. പുറത്ത് അല്ലെങ്കിൽ ഈ ഭൂമിക്ക് പുറത്ത് പോയി എന്നും പറക്കും തളികയിൽ വന്ന ആളുകൾ എടുത്തുകൊണ്ട് പോയി എന്നൊക്കെ പറയുന്ന ആളുകൾ എന്തെങ്കിലും മെറ്റീരിയലുകൾ കൊണ്ടുവന്ന് ലബോറട്ടറിയിൽ പ്രൊഡ്യൂസ് ചെയ്താൽ അത് നോക്കി ഇത് ഈ പ്ലാനറ്റിൽ അല്ല എന്ന് പറയാൻ വളരെ എളുപ്പത്തിൽ കഴിയും. പക്ഷേ ഒരിക്കലും അത് സംഭവിച്ചിട്ടില്ല. യെറ്റ് നോ വൺ ഹാസ് എവർ ടേൺഡ് അപ്പ് even a small fragment of an alien spacecraft that has passed any such physical test, much less the logbook of the starship captain. And it is for these reasons that in 1977 NASA declined an invitation from the executive office of the president to undertake a serious investigation of UFO reports when hoaxes is a false message or a false news. തെറ്റായ വാർത്ത, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട സംഗതിയാണ് ഹോക്സസ്, ഫോൾസ് മെസ്സേജുകൾ. വാട്സപ്പിനകത്തൊക്കെ നോക്കിയാൽ കാണാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് നിങ്ങൾ 8 മണിക്കിന്ന് വീടിന് പുറത്തിറങ്ങരുത്, കാരണം രാത്രി ചന്ദ്രനിൽ നിന്നൊരു പ്രത്യേക തരത്തിലുള്ള രശ്മി വന്നിട്ട് നിങ്ങളുടെ ദേഹത്ത് കുത്തിക്കയറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളിങ്ങനെ ഫേക്ക് മെസ്സേജുകൾ കൊടുക്കില്ല. അത്തരത്തിലുള്ള ഫേക്ക് മെസ്സേജുകളെയാണ് ഹോക്സ് എന്ന് പറയുക, നോട്ട് ഫോക്സ്, ഹോക്സ്, HOAX. സോ ഇൻ 1977 ഈ UFOകളെ കുറിച്ച് സീരിയസ് ആയി പഠിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നാസയോട് ആവശ്യപ്പെട്ടെങ്കിലും ദ നാസ സയൻറ്റിസ്റ്റ് നെവർ ആക്സെപ്റ്റഡ് ദ റിക്വസ്റ്റ് ഫ്രം ദ പ്രസിഡൻറ്റ്സ് ഓഫീസ് ബിക്കോസ് ദേ ന്യൂ ഇറ്റ്സ് നോട്ട് പോസിബിൾ. There is no way to prove it scientifically prove that something called a UFO or an alien or a flying saucer ever existed. Okay, so now he's justifying, ഇപ്പം ആണി അടിച്ചിട്ട് അവസാനത്തെ ആണി അടിക്കുക എന്ന് പറഞ്ഞ പോലെയാണ് ഈ തെറ്റായിട്ടുള്ള വാദങ്ങളെയൊക്കെ തെളിവുകൾ നിരത്തി ഇദ്ദേഹം തകിടം മറിയുകയാണ് ചെയ്യുന്നത്. നൗ ഹി ബ്രിങ്സ് ഹിസ് ഓൺ പേഴ്സണൽ എക്സ്പീരിയൻസ്. നോക്കൂ എന്താണെന്ന് നോക്കൂ. Once
I spied a bright, hovering UFO and pointed it out to some friend in a restaurant. Soon found myself in the midst of a throng of patrons, waitresses, cooks, and proprietors milling about on the sidewalk, pointing up into the sky with a finger and forks and making gasps of astonishment. People were somewhere between delight and awestruck. But when I returned with a pair of binoculars, which clearly showed the UFO to be an unconventional aircraft of NASA, there was uniform disappointment. Some felt embarrassed at the public exposure of their credulity. Others were simply disappointed at the evaporation of a good story, something out of the ordinary, a visitor from another world. അപ്പോൾ ഒരിക്കൽ ഞാൻ റെസ്റ്റോറൻറ്റിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക പെട്ടെന്ന് ആകാശത്തൂടെ ഒരു UFO പോകുന്നത് കണ്ടു. ഒരു സ്ട്രേഞ്ച് ലൈറ്റ്, an unrecognized flying object. I was really excited. And I called my friend who was sitting next to me and pointing towards that light. I told him, see, it's a UFO. And my friend was really excited. കട്ടുതീ പോലെ ആ വാർത്ത ആ റെസ്റ്റോറൻറ്റിൽ മുഴുവൻ പരക്കുകയും അവിടെ ഭക്ഷണം വിളമ്പാനായിട്ട് വരുന്ന ആളുകൾ, അവിടെ കൂടിയിട്ടുള്ള മറ്റാളുകൾ എല്ലാവരും എൻ്റെ ചുറ്റും ഞാൻ ഈ വിരൽ ചൂണ്ടിയ സ്ഥലത്തേക്ക് നോക്കി അങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരും അത്ഭുതത്തോടു കൂടി നിൽക്കുകയാണ്. ബിക്കോസ് ഓൾ ദീസ് പീപ്പിൾ ആർ എക്സൈറ്റഡ് ബിക്കോസ് ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ദേ ആർ സീയിങ് എ ഫ്ലൈയിങ് ഓബ്ജെക്റ്റ്, ആൻ അൺറെക്കഗ്നൈസ്ഡ് ഫ്ലൈയിങ് ഓബ്ജെക്റ്റ്. മറ്റാർക്കും കിട്ടിയിട്ടില്ലാത്തൊരു ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടുന്നുവെന്ന വലിയ സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ചില കുട്ടികൾ, ചില മാധ്യമപ്രവർത്തകർ. അടുത്ത ദിവസം ഞങ്ങൾ ഇന്ന ദിവസം 8 മണിക്ക് ഇന്ന റെസ്റ്റോറൻറ്റിൻ്റെ ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു പറക്കും തളിയായി കണ്ടു എന്ന് റിപ്പോർട്ട് ചെയ്യാനായിട്ട് തയ്യാറായിരുന്നൊരു മാധ്യമപ്രവർത്തകൻ. ഇത്തരത്തിൽ കുറേ ആളുകൾ ഇയാളുടെ ചുറ്റും ഉണ്ടായിരുന്നു. ജസ്റ്റ് ഇമാജിൻ ചെയ്യൂ. കുറച്ച് സമയത്തിന് ശേഷം വാട്ട് ഐ ഡിഡ് ഇസ് ഐ വെൻറ്റ് ടു മൈ റൂം ആൻഡ് ഐ ടുക്ക് എ പെയർ ഓഫ് ബൈനോക്കുലേഴ്സ് ആൻഡ് ഐ looked at this flying object through this binocular and I realized it is a NASA aeroplane. Okay, and I told them, no, it's not an unrecognized flying object. It is very much a recognized object. It's a NASA plane. അയ്യോ എന്ന് പറഞ്ഞ ആളുകൾക്ക് ഒരേപോലെ എല്ലാവരും അയ്യോ എന്ന് പറഞ്ഞു. അതായത് വെള്ളിയാഴ്ച വൈകുന്നേരം ലാസ്റ്റ് അവറിൽ നമുക്ക് ക്ലാസ് എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇന്നത്തെ പരീക്ഷ ഉണ്ട് എന്ന് പറഞ്ഞിരുന്ന ഒരു ടീച്ചർ ഉച്ച വരെ വരാതിരിക്കുകയും വെള്ളിയാഴ്ച ഉച്ചയാകുമ്പോഴേക്കും വരികയും നിങ്ങളാരും ശ്രദ്ധിക്കാതിരിക്കുകയും ശേഷം വൈകുന്നേരം അവസാനത്തെ അവറിൽ ആ ടീച്ചർ വന്ന് പരീക്ഷ ഇടുകയും ചെയ്യുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഒരുപോലെ ഡിസപ്പോയിൻറ്റഡ് ആവില്ലേ എന്നതുപോലെ all these people who were standing next to me in excitement, they all were disappointed. Okay, there was uniform disappointment എന്നാണ് പറയുന്നത്. Okay,